അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവരവനെ പിടിച്ച് അവനെ നേരെ ഇവിടെ ഒരു ബുള്ളറ്റ് ചെയ്ത് അവിടെ ആ മരത്തിൽ കെട്ടിത്തൂക്കി ഇട്ടിട്ട് പോയി. ആ ടെററിസ്റ്റിൻ്റെ നിക്ക് നെയിം ജോൺ ടി എന്നായിരുന്നു. കാരണം ആ പയ്യൻ ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഫീൽഡറായിരുന്നു കളിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ഫയർ ചെയ്യുക, വളരെ അടുത്തുകൂടെയൊക്കെ ബുള്ളറ്റ്സ് പോവുക. അപ്പം ആ ഒരു ബുള്ളറ്റ് ഒരു സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരുന്നെങ്കിൽ ചിലപ്പം ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലുണ്ടായിരുന്നു. നിങ്ങൾ ഇത്ര നല്ല മനുഷ്യനായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ തോക്കുമായിട്ടൊക്കെ നിൽക്കുന്നത്? അപ്പോൾ ആ പുള്ളി ചിരിക്കാൻ തുടങ്ങി സെറ്റ് കൂടെ തന്നെ. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ വലിയ കഥകളാണ് സാറേ. വീരേതിഹാസങ്ങൾക്ക് പേരുകേട്ട രാജപുത് റെജിമെന്റിലെ സൈനിക ജീവിതം, സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകൾ, യുദ്ധതന്ത്ര പഠനങ്ങൾ, അധ്യാപനം, സംഭവബഹുലമായ ജീവിതത്തിലെ ചില അധ്യായങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെക്കുകയാണ് റിട്ടയേർഡ് കേണൽ എസ് ദിന്നി. കൊല്ലം സ്വദേശി, 2 പതിറ്റാണ്ടിലേറെക്കാലം രാജ്പുത് റെജിമെന്റിൽ, കശ്മീർ, നോർത്ത് ഈസ്റ്റ്, ലഡാക്ക് എന്നിവിടങ്ങളിൽ പലവട്ടം പ്രവർത്തനം. ലൈൻ ഓഫ് കൺട്രോളിലും രാഷ്ട്രീയ റൈഫിൾസിലും 3 തവണ പ്രവർത്തിച്ചു. UN സൈനിക നിരീക്ഷകനായി കോങ്കോയിലുമെത്തി. ചൈന സംഘർഷകാലത്ത് 2 വർഷം ലഡാക്കിൽ ഇൻഫൻട്രി ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസറായിരുന്നു. ഊട്ടി ഡിഫൻസ് സർവീസ് സ്റ്റാഫ് കോളേജിൽ ഫാക്കൽറ്റി ആയിരുന്നു. മദ്രാസ് സർവകലാശാലയിൽ നിന്നും ഡിഫൻസ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ MPhil. ബാംഗ്ലൂർ തക്ഷശില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ ബിരുദം. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഭാഷകളിൽ ലേഖനങ്ങളും പഠനങ്ങളും എഴുതുന്നു. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ന്യൂസ് ചാനലുകളിലും വിദേശ പ്ലാറ്റ്ഫോമുകൾ അടക്കമുള്ള ഓൺലൈൻ ഇടങ്ങളിലും പാനൽ ഡിസ്കഷനുകളിൽ പങ്കെടുത്തു വരുന്നു. 2019 18 വർഷം സർവീസ് ബാക്കി നിൽക്കെ VRS എടുത്ത് നാട്ടിൽ മടങ്ങിയെത്തി. സാർ എങ്ങനെയാണ് രാജ്പുത് ബറ്റാലിയനിലേക്ക് വരുന്നത്? ആഗ്രഹം ഒരു ഫൈറ്റർ പൈലറ്റ് ആവുകയാണെന്നാണ്. എയർഫോഴ്സിൽ ജോയിൻ ചെയ്യുക, ഫൈറ്റർ പൈലറ്റ് ആവുക തന്നെയായിരുന്നു എൻ്റെ ലക്ഷ്യം. എൻ്റെ അച്ഛനും എയർഫോഴ്സിലായതുകൊണ്ട് ആ ഒരു ലൈഫാണ് നമ്മൾ കൊച്ചിലെ മുതൽ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് ആ എയർഫോഴ്സിൽ പൈലറ്റ് ആവാനുള്ള ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നീട് ഞാൻ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് UPSC എക്സാമിൻ്റെ കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എഴുതുകയും അതിനകത്ത് ആർമിയിൽ സെലക്ഷൻ കിട്ടുകയും ചെയ്തു. അപ്പം എയർ ഡിഫൻസ്, അതായത് ഈ പറക്കുന്നവരെ താഴെ ഇടാം എന്നുള്ളൊരു മനസ്സിലായിരുന്നു, അതായിരുന്നു മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് എൻ്റെ ഇൻസ്ട്രക്ടർ അന്നത്തെ ഒരു ക്യാപ്റ്റൻ അഭിജിത്ത് പെൻഡാർക്കർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ലഫ്റ്റനൻറ്റ് ജനറൽ അഭിജിത്ത് പെൻഡാർക്കറാണ്. അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിൽ അറിയണമെങ്കിൽ അദ്ദേഹം രാഹുൽ ദ്രവിഡിൻ്റെ അളിയനാണ്, അതായത് ബ്രദർ ഇൻ ലോ ആണ് ഈ അഭിജിത്ത് പെൻഡാർക്കർ. അന്ന് ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം, ഞങ്ങളുടെ ഇൻസ്ട്രക്ടറായിരുന്നു. അദ്ദേഹം ഒരു ഇൻഫൻട്രി ഓഫീസറായിരുന്നു. അപ്പം അദ്ദേഹം ഞങ്ങളെ പോലുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ആദ്യം എന്നെ പ്രത്യേകിച്ച് പുള്ളി ഞാൻ ഇൻഫൻട്രിയിൽ പോകണം അല്ലെങ്കിൽ ഇൻഫൻട്രിയിൽ വരണമെന്ന് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ അന്നൊന്നും എനിക്ക് ഇൻഫൻട്രി എന്താണെന്നോ അല്ലെങ്കിൽ രാജ്പുത് റെജിമെൻറ്റ് എന്താണെന്നോ നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്നിൽ എന്തോ കണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇൻഫൻട്രി എന്നാണ്, അതല്ലാതെ വേറെ ഇതിൽ പോകരുത് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം അവിടുന്ന് പോസ്റ്റിംഗ് പോവുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എൻ്റെ മനസ്സിനകത്തും ഇൻഫൻട്രി തന്നെ ജോയിൻ ചെയ്യണമെന്നും ആ കാർഗിൽ സമയത്താണ് ഞാൻ ഇൻഫൻട്രി തന്നെ ഓപ്ഷൻ കൊടുക്കുകയും എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പം എൻ്റെ ഓപ്ഷൻസിൽ രാജ്പൂത്, മദ്രാസ്, ഗോർഖാസ് അങ്ങനത്തെ ബറ്റാലിയൻസ് ഉണ്ടായിരുന്നു. അവരെനിക്ക് രാജ്പൂത് റെജിമെൻറ്റ് കിട്ടി. അങ്ങനെയാണ് ഞാൻ 14 രാജ്പൂത് എന്ന ബറ്റാലിയനിൽ ഞാൻ ജോയിൻ ചെയ്തത്. ആദ്യത്തെ പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ഫസ്റ്റ് വന്നത് കുപ്വാഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് കാർഗിൽ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. എൻ്റെ ബറ്റാലിയൻ പകുതി കുപ്വാഡയിലും പകുതി നോർത്ത് ഈസ്റ്റിലും ആയിരുന്നു. അങ്ങനെ ഇനീഷ്യൽ ഞാൻ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞ അവിടെ പോകണ്ട, കുപ്വാഡയിൽ പോകണ്ട, നോർത്ത് ഈസ്റ്റിലോട്ട് പോകാൻ. അങ്ങനെ ഞാൻ അവിടുന്ന് പിന്നെ ഒരു ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് കിട്ടി, ഞാൻ അങ്ങനെ നോർത്ത് ഈസ്റ്റിൽ ചെന്നു. അപ്പോൾ ആദ്യം ഞാൻ നോർത്ത് ഈസ്റ്റിലാണ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ്. അതായത് അസ്സാമിലാണ്, കൊക്രാജാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊക്രാജാറിൽ അവിടെ ധാരാളം ഭീകരവാദികൾ അന്ന് ആ ഓപ്പറേഷനിലെ ഭാഗമായിരുന്നു. അന്ന് ബറ്റാലിയൻ്റെ സ്ഥലം വേറെ ആയിരുന്നെങ്കിലും പക്ഷേ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിരുന്നത് അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളെ വീണ്ടും അവിടുന്ന് നേരെ എല്ലാ ബറ്റാലിയൻ്റെ മൊത്തം കുപ്വാഡയിൽ വരെയായും പിന്നീട് 2 വർഷം ജമ്മു കാശ്മീരിൽ ആണ്. അന്നത്തെ ഏറ്റവും കൂടുതൽ ഭീകരവാദം നടക്കുന്ന സ്ഥലമായിരുന്നു.
അന്ന് 2 വർഷത്തിനിടയ്ക്ക് ഞങ്ങളെ ബറ്റാലിയൻ അവിടെ 73ഓളം ഭീകരവാദികളെ ന്യൂട്രലൈസ് ചെയ്തു. ഞങ്ങൾക്കും ധാരാളം നഷ്ടം വന്നുള്ളൂ. എൻ്റെ 2 ഓഫീസേഴ്സ്, എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറും എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു ഓഫീസറും പിന്നെ കൂടാതെ 5 ജവാന്മാരും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരുന്നു ആ സമയത്ത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു എക്സ്പീരിയൻസും ധാരാളം ഓർമ്മകളൊക്കെ ഉള്ള ഒരു ടെന്യൂർ തന്നെയായിരുന്നു ഈ ഒരു 2 വർഷം അവിടെ. ഈ 2 സമയത്തെ കാശ്മീരിനെ കുറിച്ചിട്ടൊന്ന് പറയാമോ? അന്ന് ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്തുള്ള ഒരു കാശ്മീരിൻ്റെ ഒരു അവസ്ഥ, ഇപ്പോൾ ഉള്ള ഈ അടുത്ത കാലത്ത് ഉള്ള കാശ്മീരിൻ്റെ അവസ്ഥ, ഇത് തമ്മിൽ ആളുകളുടെ ജീവിതങ്ങളിലും പെരുമാറ്റങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലൊക്കെ വന്ന വ്യത്യാസം. അന്നത്തെ കശ്മീർ എന്ന് പറഞ്ഞാൽ ടോട്ടലി എന്താ പറഞ്ഞാൽ എപ്പോഴും ഓപ്പറേഷൻസിലായിരുന്നു. ഞങ്ങൾ ടീമായിട്ട് എപ്പം പുറത്തു പോയാലും അന്ന് എൻകൗണ്ടർ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. എവിടെ പോയാലും എപ്പോൾ പോയാലും അവിടെ എൻകൗണ്ടർ ഷുവറായിരുന്നു. അതായത് ഫയർ ഫൈറ്റ് നടക്കും, അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും കശ്മീരിലേക്ക് തിരിച്ചു വരുന്നത് 2004 വീണ്ടും വരുന്നത്. അപ്പോൾ ഞാൻ ചെല്ലുന്നത് ഊരി സെക്ടറിലാണ്. ഊരി സെക്ടർ എത്തിയപ്പോഴത്തേക്ക് ഈ 99 തൊട്ട് 2001 കുറച്ചും കൂടെ വയലൻസ് കുറഞ്ഞു, ഭീകരവാദി കുറച്ച് കുറഞ്ഞു. അപ്പം കുറച്ചും കൂടെ ആളുകൾ സീസ് ഫയറും മറ്റു കാര്യങ്ങളിലേക്ക് ഒരിച്ചിരി ശാന്തമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നൊരു, കാരണം അന്ന് പർവേസ് മുഷറഫ് അന്ന് ഒരു സീസ് ഫയറൊക്കെ വന്ന് നിൽക്കും. അപ്പോൾ കുറച്ച് ശാന്തത ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഒരു ഇതുണ്ടായിരുന്നു. 2005-6 കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ വീണ്ടും വരുന്നത് 2011. അപ്പോഴും ഞാൻ വരുന്നത് ഇപ്പം ഈ ബാന്ദിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തും നമ്മുടെ അമർനാഥ് യാത്രയൊക്കെ നോക്കുന്നതിൻ്റെ രാഷ്ട്രീയ റൈഫിൾസിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പോകുന്നത്. 2011 തൊട്ട് 2013 അവിടെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോഴത് ഡൈനാമിക്സ് കംപ്ലീറ്റ്ലി മാറി. അപ്പോഴെന്ന് വെച്ചാൽ ഈ കല്ലേറും ഈ സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലും കാട്ടിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ വന്നു. അപ്പോൾ ഈ ഓരോ കാലഘട്ടത്തിൽ പോകുമ്പം ഓരോ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഭീകരവാദത്തിൻ്റെ ഓപ്പറേഷൻസ് രീതിയിൽ മാറ്റം വന്നു. അപ്പോൾ അവരാദ്യം കാട്ടിൽ മാത്രമായിരുന്നു നിന്നിട്ടുള്ളത്. അപ്പോൾ ആ കാട്ടിൽ നിന്ന് അവർക്ക് ഭക്ഷണമോ വെള്ളത്തിന് വേണ്ടി മാത്രം താഴെ വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു താഴോട്ട് വന്നത്. പിന്നീടുള്ള ഒരു കാലഘട്ടത്തിലേക്ക് സോഷ്യൽ മീഡിയയുടെയൊക്കെ വന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഭീകരവാദികളെല്ലാം സിറ്റീസിൽ ടൗണിൽ നിന്ന് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റൊക്കെ ഇട്ട് ആ ഒരു ഹീറോ ഒക്കെ രീതിയിലൊക്കെ ആക്കി കാട്ടിലേക്ക് പോകാൻ യാതൊരു താല്പര്യമില്ലാത്ത രീതിയിലേക്ക് മാറി. ഇപ്പം വീണ്ടും നമ്മൾ കാണുന്നത് തിരിച്ച്, കാരണം അവർക്ക് ധാരാളം കാഷ്വാലിറ്റീസ് ഉണ്ടായതുകൊണ്ട് വീണ്ടും ഇപ്പോൾ ഈ പേൽഗാമിലേക്ക് ഭീകരവാദികൾ അവർ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു പോയി. കാരണം അവർ ഈ സിറ്റീസിലൊക്കെ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയും അവരെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ കാണുന്ന തിരിച്ച് ആ രീതിയിലേക്ക് അവർ കാട്ടിലേക്ക് പോകുന്നതാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആദ്യം ചെന്ന സമയത്ത് നാട്ടുകാർക്ക് ഭാരതത്തിൻ്റെ സൈന്യത്തിനടുത്ത് ഒരു ഇതുണ്ടായിരുന്നു, അത് അകൽച്ച ഉണ്ടായിരുന്നു. അത് വർഷങ്ങളായിട്ടുള്ള ഇഷ്യൂസിൻ്റെ ആണ്. പിന്നീട് നമ്മൾ ചെന്നപ്പോൾ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളെ മുഖത്തോട് നോക്കിയോ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി ഇതായിട്ട് കാണിക്കും. ചിലർ കാണിക്കും, പക്ഷെ പൊതുവേ ഉള്ളൊരു ഇതായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് പതുക്കെ ആ ഒരു കാര്യം കുറഞ്ഞു വരുന്നതും, എന്നാൽ അത് ഉണ്ട് താൻ. പക്ഷെ ഇപ്പം നമ്മൾ കാണുമ്പം നേരെ മറിച്ച് അവിടെ ആളുകൾ, കാരണം അവിടുത്തെ ഏറ്റവും വലിയ പറഞ്ഞാൽ തൊഴിലില്ലായിരുന്നു അവർക്ക്. അവിടുത്തെ ആളുകൾക്ക് തൊഴിലില്ലാത്തതുകൊണ്ട് യുവാക്കൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ തന്നെ ഈ കല്ലേറെന്ന് ഞാൻ പറഞ്ഞത്, ആ കല്ലേറ് തന്നെ അന്നത്തെ റേറ്റ് 500 രൂപയായിരുന്നു അവർക്ക് ഒരു ദിവസം കല്ലേറിയുന്നെങ്കിൽ. അപ്പൊ അവര് പറഞ്ഞ ഞങ്ങളുടെ അടുത്ത് പറയാറുണ്ട്, ഇന്ന് ആജ് 2020 ഖെൽന ഹെ, ഇതാണ് അവിടെ ആ 2020 ഇന്ന് കല്ലേറുണ്ടെന്ന്. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ വളരെ അടുപ്പമുള്ള കുട്ടികൾ പറയും, സാബ് ആജ് ഉസ്തറഫ് മത്താന്ന് പറയും, അങ്ങോട്ട് വരണ്ട, ആജ് വഹാ 2020 എന്ന് പറയും. അതായത് അവർക്കറിയാം നേരത്തെ ഈ സ്ഥലത്ത് കല്ലേറ്, സാബ് നിങ്ങൾ അങ്ങോട്ട് വരല്ലേ, ഞങ്ങൾ ഒരു 20 മിനിറ്റ് കല്ലെറിഞ്ഞിട്ട് ഞങ്ങളങ്ങ് പൊയ്ക്കോളാം. അപ്പോൾ 500 രൂപ അവർക്ക് കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ള ഒരു എന്താ പറഞ്ഞ ഒരു ഈ എക്കോണമി പോലത്തെ സംഭവമായിരുന്നു. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും മതപരമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയോളജിയുടെ പേരിലോ ഒക്കെ ഉണ്ട്. അത് ഒരു കാലത്തുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പം വളരെ കുറച്ച് പേര് മാത്രം. പക്ഷെ പൊതുവെ ആളുകൾക്ക് ഇപ്പം പൈസ ഉണ്ടാക്കാനും ബിസിനസ്സിനും വേണ്ടിയുള്ള രീതിയിലാണ്. അതാണ് ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഡെവലപ്മെൻ്റ് ഒക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കശ്മീരിൽ ഇത്രയും ടൂറിസ്റ്റ് ഒക്കെ വന്ന സ്ഥിതിയിൽ അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ ഒരു ഇത്, അതുകൊണ്ടാണ് ഇന്ന് ഞാനൊക്കെ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിൽ പാകിസ്ഥാൻ മുർദാബാദ് എന്നുള്ള രീതിയിൽ വിളിച്ച് അവിടെ സമരവും അതൊക്കെ നടത്തുന്ന ഒരു രീതിയിൽ കശ്മീർ മാറി. കാട്ടിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ഇവരെ നമ്മൾ ഏത് രീതിയിലാണ് എൻകൗണ്ടേഴ്സ്? പലരും ചോദിക്കും എങ്ങനെയാണ് ഇത്രയും സൈന്യം ഉണ്ടായിട്ട് ഇവരെങ്ങനെയാണ് അകത്തോട്ട് വരുന്നത്. അപ്പോൾ അവിടെ പോയുള്ളവർക്കറിയാം അത് വിശാലമായിട്ടുള്ള ഏരിയ ആണ്. നമ്മളൊരു സൈന്യം മൊത്തം കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നാൽ പോലും അതിനകത്ത് ധാരാളം ഗ്യാപ്പുകൾ പിന്നെയും കാണും. അത്രമാത്രം കാടും മലകളുമാണ്. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ഒരു എലി കയറുന്ന കണക്ക് നുഴഞ്ഞ് കയറാൻ പറ്റും. അപ്പോൾ അവർ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അവർക്കൊരു ട്രെയിനിങ് ക്യാമ്പ് ഉണ്ട് ബാക്കിൽ. അത് പാകിസ്ഥാൻ്റെ
ഇപ്പം നമ്മൾ ഇന്നിപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സ്ട്രൈക്ക് ചെയ്തത്, ഈ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് അവർ കുറച്ച് പേരെ ISI അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യം പറയുന്ന ആളുകളെ അവർ ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ സൈന്യം ലൈൻ ഓഫ് കൺട്രോളിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു ബേസിൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഗൈഡ് എന്ന് പറയും. അപ്പോൾ ഈ ഗൈഡ് ഒന്നി ഇവിടെ നിന്ന് പോയി ഇവർക്ക് ആ ഗൈഡിന് കറക്റ്റായിട്ട് വർഷങ്ങളായിട്ട് പോകുന്നതുകൊണ്ട് ഈ ഏരിയ മൊത്തം നന്നായിട്ട് അറിയാം. എവിടെയാണ് ഗ്യാപ്പ്, എവിടെയാണ് കയറേണ്ടുള്ളത്, എവിടെ നിന്നാണ് സൈന്യത്തിന് അപ്പോൾ ഈ ഗൈഡ് ഈ 4 or 5 പേര് അല്ലെങ്കിൽ 10 പേരെയോ അവരെ കൊണ്ടുപോയി നേരെ, അതിന് ട്രാക്ക് എന്ന് ആക്ച്വലി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആ ട്രാക്കിന് നേരെ കൊണ്ടുപോയി ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യിപ്പിച്ച് അവർ അകത്ത് ചെന്ന് വേറൊരു പോയിന്റ് വരെ അവരെ കൊണ്ട് പോകും. അവിടെ ഇവരെ റിസീവ് ചെയ്യാൻ വേണ്ടി വേറെ ആളുകൾ വരും. അതുകൊണ്ട് എന്നിട്ട് ഈ ഗൈഡിന് തിരിച്ചു വരും. അപ്പോൾ ഒന്നീ ഗൈഡ് അവിടെ നിന്ന് വന്ന് ഇവരെ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ കൊണ്ടുപോകുന്നുള്ള രീതിയാണ്. അവിടുന്ന് അവരെ പിന്നെ കൊണ്ടുപോകാൻ വേറെ ടീമുകൾ വരും, വേറെ ആളുകൾ വരും. അവരവിടെ നിന്ന് കൊണ്ടുപോയി നേരെ കാട്ടിലേക്കോ അല്ലെങ്കിൽ എവിടെയാണോ ഹൈഡ് ഔട്ട് ആ ഹൈഡ് ഔട്ടിലേക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഗ്രാമത്തിലാണെങ്കിൽ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഈ ഹൈഡ് ഔട്ട് എന്ന് പറയുന്ന സ്ഥലം ഈ കാട്ടിൻ്റെ ഉള്ളിലാണ്. കാട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ഏതെങ്കിലും ഒരു ഹോള് കാണും. അത് ചിലപ്പോൾ നാച്ചുറലായിട്ടാവാം, ചിലപ്പോൾ ഇവരുണ്ടാക്കുന്നതാവാം. അതിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് ഈ പുല്ലും ഒക്കെ വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരാൾക്ക് കഷ്ടിച്ചകത്ത് കയറാൻ പറ്റുന്ന രീതിയിൽ മാത്രമായിരിക്കും പുറത്തുനിന്ന് കാണുമ്പോൾ. പക്ഷെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഫുഡ് ഒക്കെ ഓൾറെഡി അവർ ചെയ്ത് വെച്ചാണ്. കാരണം ഇവർ വരുന്നതിന് മുമ്പ് തന്നെ വാസികൾ അല്ലെങ്കിൽ ഈ ഓവർ ഗ്രൗണ്ട് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അവരെല്ലാം കൊണ്ട് നേരത്തെ എല്ലാം റെഡിയാക്കി വെക്കും. ബാറ്ററീസ്, മറ്റ് എല്ലാ കാര്യങ്ങളും അവിടെ താമസിക്കാൻ പറ്റുന്ന രീതി. ഇപ്പോൾ ഈ ബ്ലാങ്കറ്റ്സ് ഒക്കെ, തണുപ്പാണെങ്കിൽ ബ്ലാങ്കറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ വെളിയിൽ നോക്കി കഴിഞ്ഞാൽ ആർക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. ആ രീതിയിലാണ്. പിന്നെ എപ്പോഴാണോ ഇവർക്ക് ആവശ്യം ആ സ്ഥലത്തിലേക്ക് പിന്നെ ഇവിടെ പോയി അവരെന്തെങ്കിലും ആരെങ്കിലും ഇപ്പം സെക്യൂരിറ്റി ഫോഴ്സിനെ അറ്റാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൈസ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വരും. ഇതാണ് അവരുടെ ഇത്. അപ്പം നമ്മളെ സംബന്ധിച്ച്, നമുക്ക് സൈന്യത്തിനെ സംബന്ധിച്ച് നമുക്കും ഇതേപോലുള്ള ഇൻ്റലിജൻസ് തരാൻ ആളുണ്ട്. അവർക്ക് ഗൈഡ് ഉണ്ടെങ്കിൽ നമുക്കും ആളുകളുണ്ട് തരാൻ. അപ്പോൾ അവർ പറയും, സാർ ഇതാ ഇങ്ങനൊരു റൂട്ടിലോട്ട് ഇപ്പം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇവരുടെ ലൈൻ ഓഫ് കൺട്രോളിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കും. കാരണം അവർ വിചാരിച്ച് നമ്മളിവിടെ കാണത്തില്ല എന്നുള്ള, പക്ഷേ നമ്മളവിടെ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ തടയും. അപ്പോൾ അത് തടയുമ്പോൾ അവർ ഈ ബാഗും അതുമായിട്ടൊക്കെ വരുന്നത് അതൊക്കെ ഇട്ടിട്ട് അവർ കളഞ്ഞിട്ട് തിരിച്ച് ഓടി ബാക്കിൽ പിന്നെയും പാകിസ്ഥാൻ ഓക്കുപൈഡ് കശ്മീരിലോട്ട് പോകും. ഇനി ചിലവർ രക്ഷപ്പെട്ട് അകത്തോട്ട് വരികയാണെങ്കിൽ അകത്ത് 2ാം ടയറുണ്ട്. അവിടെ വീണ്ടും ഇതേപോലെയുള്ള ഇൻ്റലിജൻസ് കിട്ടും. അതായത് അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങോട്ടൊക്കെ പോകാമെന്നുള്ള രീതിയിൽ അവർ അവിടെ തടയാനുള്ള കാര്യം ചെയ്യും. അതിന് ആംബുഷ് എന്ന് പറയും. നമ്മൾ ആംബുഷ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി ഇതും കഴിഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയി അകത്ത് ഏതെങ്കിലും ഒരു ഹൈഡ് ഔട്ടിൽ കയറി എന്ന് വിചാരിക്കും. അവിടെ നമ്മൾ ഈ ഗ്രാമത്തിൽ തന്നെ നമ്മളെ ആളുകളുണ്ട്. അവർ നമ്മൾക്ക് ഇൻഫർമേഷൻ തരും. ഇന്ന സ്ഥലത്ത് ഒരാൾ എപ്പോഴും കാട്ടിലോട്ട് പോകുന്നുണ്ട്, ഒരാളായിരിക്കും പോകുന്നത്, അയാൾ എന്തൊക്കെ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, എന്തെങ്കിലും സാധനങ്ങളായിട്ടാണ് പോകുന്നത്, എന്തിനാണെന്ന് ഒന്ന് നോക്കുകയുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ മറ്റേ ആൾ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ്, ഇയാൾ കുറച്ച് ദിവസമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പുള്ളിയെ ഇൻട്രോഗേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു സ്ഥലത്ത് ആളുണ്ട്. അങ്ങനെ പിന്നെ സൈന്യം വന്നിട്ട് ആ പോയിന്റിനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തു നിന്നും അങ്ങ് വളയുകയാണ് ചെയ്യുന്നത്. വളഞ്ഞിട്ട് അപ്പോഴാണ് ഈ എൻകൗണ്ടർ തുടങ്ങുന്നത്. കാരണം അവർ ഒരിക്കലും സറണ്ടർ ചെയ്യത്തില്ല. അവരവിടെ നിന്ന് ഫയർ ചെയ്യും. അവർ പുറത്ത് വന്നിട്ട് ഫയർ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ഫയർ ചെയ്യും. അങ്ങനെ രീതിയിലാണ് പതുക്കെ നമ്മളവരെ ന്യൂട്രലൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവർ ഏതെങ്കിലും ഗ്രാമപ്രദേശത്തേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ടൗണിനകത്ത് കയറുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇതുപോലെ ഇൻഫർമേഷൻ നമ്മൾ വളഞ്ഞ് അവിടുത്തെ സിവിലിയൻസിനൊക്കെ മാറ്റി എന്നിട്ടാണ് നമ്മൾ ആ ഓപ്പറേഷനിലേക്ക് മുന്നോട്ട് പോകുന്നത്. നമ്മൾ രണ്ടുപേരും അറിയാതെ കണ്ടിട്ടുണ്ട്. അതായത് നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അതുപോലെ തന്നെ അവരും വരികയാണ്. അപ്പോൾ അത് എൻ്റെ സ്ഥലത്തും എൻ്റെ ഒരു ഓപ്പറേഷനിൽ അത് പറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് ഇൻഫർമേഷൻ കിട്ടിയത് അവരുടെ ഹൈഡ് ഔട്ട് വേറെ എവിടെയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കണം നമ്മൾ വരുന്നുണ്ടോ അല്ലെന്ന്. അപ്പോൾ അവർ അതിൽ നിന്ന് മുകളിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ അവർ വിചാരിച്ച് ഈ താഴെ നിന്നായിരിക്കും മുകളിലോട്ട് വരുന്നത്. സൈന്യത്തിന് അവർ കാണുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഡിസപ്ഷന് ബാക്കിൽ നിന്ന് വന്നതാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ സമയത്ത് കണ്ടു, വളരെ അടുത്ത്. രണ്ടുപേരും ഒരുമിച്ച് ഫയർ ചെയ്തു. ഫയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഫയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കാടാണ്, ഇതാണല്ലോ, ധാരാളം ഫയറിങ് നടന്നു. പക്ഷേ പിന്നീട് എന്തായാലും ദൈവത്തിൻ്റെ ഇതുകൊണ്ട് നമുക്കൊരു കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല. ഈ ട്രൂപ്സ്, ഈ ടെററിസ്റ്റിന് കുറച്ച് അപ്പുറത്ത് ഇവിടുന്ന് പോയി ഞങ്ങളും ഫയർ ചെയ്തതിൻ്റെ അപ്പുറത്ത് ഞങ്ങളുടെ കൂടെ സ്പെഷ്യൽ ഫോഴ്സസിൻ്റെ ഒരു ടീമും ഉണ്ടായിരുന്നു. അവർക്ക് കിട്ടി, അവരെ ന്യൂട്രലൈസ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. ഈ ഘാതക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലേ, അതിനെക്കുറിച്ച്? ഘാതക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫൻട്രി ബറ്റാലിയനിലെ ഒരു ചെറിയ ടീം. അത് ഏറ്റവും
ബെസ്റ്റായിട്ടുള്ള ഫിസിക്കലി ഫിറ്റായിട്ടുള്ള യങ് ആയിട്ടുള്ള അവരെ ഒരു ചെറിയ ടീം വെച്ചിട്ട്, കാരണം നമ്മളൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഇപ്പം ഈ ഇങ്ങനത്തെ ഓപ്പറേഷൻസ് പോകുമ്പം നമ്മൾ 100 പേരായിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം 100 ആയിട്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പട്ടി കുറയ്ക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ഇൻഫർമേഷൻ കിട്ടും സൈന്യം വരുന്നത്. നമ്മൾ ചെറിയ ടീമായിട്ട് പോകണം. അപ്പോൾ ഒരു 15 പേരോ അല്ലെങ്കിൽ 16 പേരോ ഒക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ടീം, ആ 16നെ 2 ടീമായിട്ടായിരിക്കും ചിലപ്പോൾ സബ് ടീമായിട്ട്. അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് സർപ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ടീംസിന് സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. ഇപ്പോൾ കമാൻഡോ ട്രെയിനിങ് കൊടുക്കും, അവർക്ക് സ്പെഷ്യലായിട്ടുള്ള എക്യുപ്മെൻറ്റ് കൊടുത്ത് അവരെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് അവരാണ് ഈ ഇങ്ങനത്തെ ഓപ്പറേഷൻ പോകുന്നത്. അപ്പോൾ അതിനൊരു ഓഫീസർ കാണും. ജനറലി ഏറ്റവും യങ് ആയിട്ടുള്ള ഓഫീസറായിരിക്കും, കാരണം അവരാണല്ലോ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത്. ഈ കമാൻഡോ കോഴ്സൊക്കെ ചെയ്ത് വരുന്ന ഒരു ഓഫീസർ എന്നുള്ള രീതിയിലും പിന്നെ ആ ഒരു സെൻസ് ഒരു ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരെ നമ്മൾ അതിനകത്ത് നിയോഗിക്കും. അങ്ങനെയാണ് ഞാൻ 2 വർഷവും കുപ്വാടയിൽ ഞാൻ ഘാതക്കിൻ്റെ കമാൻഡറായിരുന്നു. അപ്പോൾ ഞാൻ പോയ സമയത്താണ് എൻ്റെ സ്ഥാനത്ത് നിന്ന് വന്ന ഒരു ഓഫീസറാണ് പിന്നീട് കാഷ്വാലിറ്റി ആയത്. ആ എൻ്റെ പ്ലട്ടൂണിലെ ഘാതക്കിൻ്റെ ആ ഓഫീസറും റേഡിയോ ഓപ്പറേറ്ററും പിന്നെ കൂടെ ഒരാളും. എന്താ സംഭവിച്ചത്? അത് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാൻസ് എൻകൗണ്ടർ ആയിരുന്നു. അതായത് നമ്മുടെ ടീം പോയി സെർച്ച് ചെയ്ത് താഴോട്ട് പോയായിരുന്നു. താഴോട്ട് സെർച്ച് ചെയ്ത് ഒന്നും കിട്ടിയില്ല. അപ്പം അവസാനം അവർ വിചാരിച്ച് ചിലപ്പോൾ ഒന്നും കാണത്തില്ല എന്നുള്ള രീതിയിൽ താഴോട്ട് ചെന്നതിന് മുമ്പ് അവിടെ ഒരു മരം മുറിഞ്ഞ് കിടപ്പുണ്ട്, അതായത് താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ആക്ച്വലായിരുന്നു ഇവർ ഇരുന്നത്, ഈ ഭീകരവാദി. ആക്ച്വലി ഈ ടെററിസ്റ്റ് മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇവർ താഴോട്ട് വരുന്നതുകൊണ്ട് ഈ ടെററിസ്റ്റ് അവരെ മാറി 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 താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവരറിഞ്ഞില്ല, കാരണം ഇവർ സൈലൻ്റ് ആയിരുന്നു പൊയ്ക്കൊണ്ടത്. 2 പേരേ ഉള്ളായിരുന്നു അത് ഭീകരവാദികൾ. അങ്ങനെ ലാസ്റ്റിൽ ചെന്ന് ഈ മരത്തിൻ്റെ താഴെ നിന്നപ്പോൾ ഈ ടീമും നേരെ മരത്തിൻ്റെ മുകളിലോട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അവർ പിന്നെ ഇവർ ഫയർ ചെയ്തു. ഇവരാണ് ആദ്യം ഫയർ ചെയ്തത്. ആ ഫയറിലാണ് ഫസ്റ്റ് ബേസ്റ്റിലാണ് എൻ്റെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ലെഫ്റ്റനൻറ്റ് നവനീത് റായ് എന്ന് പറയുന്ന ആ ബാച്ച്മേറ്റും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 കിഷൻ പാൽ എന്നൊക്കെ പറഞ്ഞ 2 പേരും പിന്നെ ഗജേന്ദർ എന്ന് പറഞ്ഞുള്ള സോൾജേഴ്സും അവരെല്ലാം അന്നത്തെ ഓപ്പറേഷനിലാണ് പോയത്. അപ്പോൾ ഞാൻ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നപ്പം പിന്നെ വീണ്ടും ഞങ്ങൾ ആ ടീമിനെ മുന്നോട്ട്. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു ഇതിൻ്റെ ഒരു രീതിയിലാണ്. അപ്പോൾ അതാണ് ഘാതക്. അപ്പോൾ ഘാതക് എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം സ്പെഷ്യൽ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫോഴ്സസ് ആണ്, പക്ഷേ ഇൻഫൻട്രി ബറ്റാലിയനിൽ അവരാണ് ആ ഒരു റോള് ചെയ്യുന്നത്. ഈ റേഡിയോ സെറ്റുകൾ പിടിച്ചെടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനുഭവം. അത് ഞങ്ങളൊരു ഓപ്പറേഷനിൽ പോകുന്ന സമയത്ത് ഒരു മലയുടെ മുകളിലൂടെ നടന്നു പോയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു, അത് എവിടെയോ ഭീകരവാദികൾ ഉണ്ടെന്നുള്ള, പക്ഷേ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു എവിടെയാണ് എക്സാക്ട്ലി. പക്ഷേ ആ ഏരിയയിൽ എവിടെ ഉണ്ടെന്നുള്ളത് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ തേടി ഇങ്ങനെ പോകുന്നത്. അന്നത്തെ കാലഘട്ടത്ത് ഈ ഭീകരവാദികളിൽ നിന്ന് നമ്മൾ AK-47 പിടിച്ചെടുത്ത് ആ AK-47 നമ്മൾ ഉപയോഗിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് ഈ റേഡിയോ സെറ്റ് കിട്ടുമായിരുന്നു. മോട്ടോറുള്ള റേഡിയോ സെറ്റൊക്കെ ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള മോട്ടോറുള്ള ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള റേഡിയോ സെറ്റ്സ് ഒക്കെ അവരിലുണ്ടായിരുന്നു. അത് അവരിൽ നിന്ന് സറണ്ടർ ചെയ്യുക അല്ലെങ്കിൽ അവരെ ന്യൂട്രലൈസ് ചെയ്യുന്ന സമയത്ത് ആ റേഡിയോ സെറ്റ് നമ്മൾ ഉപയോഗിക്കുമായിരുന്നു. കാരണം ഒന്ന്, ഇതേ സെറ്റ് വെച്ച് നമുക്ക് അവരുടെ സിസ്റ്റത്തിനകത്ത് കയറാൻ പറ്റും. കാരണം അവരുടെ റേഡിയോ ഫ്രീക്വൻസി അറിയാൻ പറ്റും. ആ റേഡിയോ ഫ്രീക്വൻസി അവർ എന്താണ് സംസാരിക്കുന്നത് അറിയാൻ പറ്റും. അപ്പോൾ അന്നൊക്കെ ഇതായിരുന്നു മെക്കാനിസം. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ റേഡിയോ സെറ്റൊക്കെ ഞങ്ങളുടെ കയ്യിലും ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ പോയിരുന്ന സമയത്ത് ഒരു സൈനികൻ, ആ സൈനികൻ ഓംപാൽ, എനിക്ക് ഓർമ്മയുണ്ട്, ആ ഓംപാൽ തെന്നി താഴോട്ട് പോയി. തെന്നി ഒരു 10-30 അടി താഴെ പോയപ്പോഴത്തേക്ക് വീണ്. അപ്പോൾ ഞങ്ങളൊക്കെ പോയി പെട്ടെന്ന് ഞാൻ റോപ്പൊക്കെ വെച്ച് ഞങ്ങൾ പോയി താഴെ പിടിച്ച് എടുത്തുകൊണ്ട് പുള്ളി വന്നു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി. അപ്പോൾ പിന്നെ താഴോട്ട് പോയപ്പോൾ ഗ്രാമം ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ നിന്ന് ഒരു ചാർപ്പൈ പോലത്തെ, അതായത് ഈ ബെഡില്ലേ, ബെഡ് പോലത്തെ ഒരു വില്ലേജറിൻ്റെ നിന്ന് എടുത്ത് ഞങ്ങൾ ഇൻഫോർമേഷൻ ചെയ്തപ്പോഴത്തേക്ക് ഡോക്ടർ അടുത്ത പോയിന്റിലേക്ക് എത്തിയിരുന്നു, RMO. ഇവരുമായിട്ട് ഞങ്ങൾ നേരെ അങ്ങ് ആ രീതിയിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്ക് ഡോക്ടർ വന്നു. ആൻഡ് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. പക്ഷേ പുള്ളിയെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വന്നു. ഹെലികോപ്റ്റർ വന്ന് ബാക്കിൽ നിന്ന് അവിടുന്ന് ശ്രീനഗറിലേക്കൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അതായിരുന്നു അന്നത്തെ ആ ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് നടന്നത്. പിന്നീട് ഒരു 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഓപ്പറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഞങ്ങളെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ടെററിസ്റ്റുകൾ ഒരു സമയം ഉണ്ടായിരുന്നു. അവർക്ക് രാവിലെ 6 മണി, ഉച്ചയ്ക്ക് 12 മണി, പിന്നെ വൈകിട്ട് 6 മണി അവർക്ക് റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യൻ കശ്മീരിൽ നിന്നിട്ട് അവർ POKയിലായിരുന്നു ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ. അപ്പോൾ ഈ എല്ലാ ടൈം വെച്ചിട്ട് അവർ കോഡ് വെച്ചിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കും. ജസ്റ്റ് ഇത്രേ പറയത്തുള്ളൂ, ഞാൻ ഓൾ ഓക്കെ, അതായത് ഇവിടെ ഞങ്ങളുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മളും കയറും അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അവർക്കറിയാം ഇത് ഇന്ത്യൻ സൈന്യമാണ് വരുന്നതെന്ന് അവർക്കറിയാം. എന്നാലും അവർ അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ നടക്കുന്ന സമയത്താണ്
ഞാൻ അതിനകത്ത് ഇടയ്ക്ക് കയറി ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പുള്ളി ഈ മറ്റ് സൈഡിൽ നിന്ന് ആ ഭീകരവാദി, അപ്പോൾ നമുക്കറിയാം ഈ ഭീകരവാദി കുറേ നാളായിട്ട് ആ ഏരിയയിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം, കാരണം ആ സൗണ്ട് വെച്ച് നമുക്ക് അറിയാൻ പറ്റും. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഓക്കെ സാർ, അങ്ങനെ നിങ്ങൾ ഇന്നലെ ആ 2 ദിവസം മുമ്പ് വീണ ആ പയ്യൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അപ്പോൾ എനിക്കറിയാം. എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിലല്ലേ ഞാൻ ഇരുന്നതെന്ന്, ആ മലയുടെ ആ വീണ സ്ഥലത്തിന് തൊട്ടപ്പുറത്തല്ലേ ഞാൻ ഇരുന്നതെന്ന് ചോദിച്ചു. അതായത് ഒരു മല ഒരു സൈഡ് ഇപ്പുറത്തും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പുള്ളി ഇരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം നീ എന്തുകൊണ്ട് ഫയർ ചെയ്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തിനാണ് ഫയർ ചെയ്യുന്നത് സാറിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്നു, അതുകൊണ്ട് അത് ആ പാവം പയ്യൻ താഴെ വീണ് ഞാൻ കണ്ടു, പക്ഷേ എനിക്കത് ഫയർ ചെയ്യണമെന്ന് തോന്നിയില്ല, സാറിൻ്റെ അടുത്ത് എനിക്ക് ഫയർ ചെയ്യണമെന്ന് തോന്നിയില്ല എന്നുള്ള രീതിയിൽ തന്നു. അപ്പോൾ ഞാൻ ആ പുള്ളിയെടുത്ത് ചോദിച്ചു, നിങ്ങൾ ഇത്ര നല്ല മനുഷ്യനായിട്ട് നിങ്ങൾ എന്തിനാണ് ഈ തോക്കുമായിട്ടൊക്കെ നിൽക്കുന്നത്? അപ്പോൾ ആ പുള്ളി ചിരിക്കാൻ തുടങ്ങി, സെറ്റ് കൂടെ തന്നെ. എന്നിട്ട് പറഞ്ഞു, അതൊക്കെ വലിയ കഥകളാണ് സാറേ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് മേളിൽ നിന്ന് ഒരു 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 അവരുടെ ബോസ് ഹിന്ദിയിൽ, ഖബർദാർ ഇസ്സെ ഓർ, അതായത് നമ്മളെ ഇന്ത്യൻ, ഇസ്സെ ഓർ ജാദ ബക്വാസ് മത് കറോ അഭി രക്കോ തും അപ്ന സെറ്റ് എന്ന് അയാളെ പിടിച്ച് ഫയർ ചെയ്തു. അപ്പം അങ്ങനത്തെ ഉള്ള മനുഷ്യരും ഉണ്ട്, അതായത് ഫയർ ചെയ്യണമായിരുന്നു പക്ഷേ ഫയർ ചെയ്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം കുറച്ചും കൂടെ സംസാരിച്ചതിന് ചിലപ്പോൾ സറണ്ടർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു രീതിയിലേക്ക് വന്നാണ്. അവരെ ഭീകരവാദിക്ക് തള്ളി വിടുന്നവരുണ്ട്. അതായത് അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭീകരവാദികൾ അന്നത്തെ കാലത്ത് വന്ന് ഈ 16, 17, 18 വയസ്സുള്ള പയ്യന്മാരെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. അവരെ നിങ്ങൾ വരണം എന്നുള്ള രീതിയിൽ അവർക്ക് പോകാൻ താല്പര്യം കാണത്തില്ല, അവരുടെ അച്ഛനമ്മയ്ക്ക് പോകാൻ താല്പര്യം കാണത്തില്ല, പക്ഷെ അവരെ പിടിച്ചോണ്ട് പോകും. അവർ പോയില്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഉപദ്രവം ചെയ്യും, അവരുടെ പെങ്ങന്മാരെ അല്ലെങ്കിൽ അമ്മമാരെയൊക്കെ ഉപദ്രവിച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവർ പോകും, പക്ഷെ അവർക്കൊന്നും ഈ ഒരു വയലൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ താല്പര്യം ഇല്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അന്ന് ഒരു ടെററിസ്റ്റ്, ആ ടെററിസ്റ്റിൻ്റെ നിക്ക് നെയിം ജോൺ ടി എന്നായിരുന്നു. കാരണം ആ പയ്യൻ ആ ഗ്രാമത്തിലെ ഏറ്റവും നല്ല ഫീൽഡറായിരുന്നു കളിക്കുന്നത്. അപ്പോൾ ആ പയ്യൻ പോയപ്പം ജോൺ ടി പോയെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ഭീകരവാദി തിരിച്ചു വന്നപ്പം ആ പയ്യൻ്റെ നിക്ക് നെയിം തന്നെ ജോൺ ടി എന്നായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉള്ള, അതായത് വളരെ ആ രീതിയിലുള്ള മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഹ്യൂമൻ എന്താ പറഞ്ഞ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, വളരെ ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് പിന്നീട് ഇത് ഉപേക്ഷിച്ച് പോകുന്ന ആളുകൾ ഒരുപാടുണ്ടോ? ഒരുപാടുണ്ട്. ആക്ച്വലി പറഞ്ഞ ഒരു 90% ഞാൻ പറയുന്നത് വെച്ചാൽ, അവർ ഈ ചെന്ന് കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു വന്നാൽ മതി തോന്നും. കാരണം ഒന്ന് ഭയം, കാരണം ഇന്ത്യൻ സൈന്യം അവരെ കിട്ടുമെന്ന് അവർക്ക് നല്ലറിയാം, ഭയം തന്നെയാണ്. രണ്ടാമത് അവർക്ക് മതിയാവും. പിന്നെ മൂന്നാമത് അവരുടെ ഫാമിലിയിൽ നിന്നൊക്കെ ഉള്ള പ്രഷർ. പിന്നെ വേറൊരു ഏറ്റവും വലുതെന്ന് വെച്ചാൽ, ഈ കുറേ പേര് അന്നത്തെ കാലത്തൊക്കെ കുറേ പേര് പോയിട്ട് 10, 7, 8 വർഷം കഴിഞ്ഞിട്ട് പാകിസ്ഥാനിൽ നിന്നിട്ട് വരുന്നവരുമുണ്ട്. കാരണം അവിടെ പോയി ജോലിയൊക്കെ ചെയ്ത് പിന്നെ അവരെ തള്ളിവിടുന്നുണ്ട്. അന്ന് ഞങ്ങൾ പിടിച്ച, അതായത് സറണ്ടർ ചെയ്ത ഭീകരവാദികൾ, അതിനകത്ത് പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരവാദികളുണ്ടായിരുന്നു. അവർ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ സംസാരിക്കുമ്പോൾ, സാർ ഞങ്ങളെ അവിടെ തള്ളിവിടുമ്പം ഇവിടെ മതത്തിൻ്റെ ഭയങ്കരമായിട്ട് ആക്രമിച്ചിരിക്കുകയാണ്, ഇവിടെ ഒന്നും നടക്കുന്നില്ല, ഇവിടെ പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇന്നലെ രാവിലെ വന്ന് ഫസ്റ്റ് കേട്ടത് രാവിലത്തെ നമാസാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഇവിടെ ഇത്രയും ഈ നമാസൊക്കെ പഠിക്കാൻ വായിക്കാമെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ ഞങ്ങൾ പുറത്ത് ഗ്രാമത്തിലൊക്കെ പോയപ്പോൾ എല്ലാവരും സ്ത്രീകൾ പോകുന്നു, അവർ പോകുന്നു, ഇവർ പോകുന്നു, ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അല്ലല്ലോ ഇവിടെ എന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെയും ആളുകൾ സറണ്ടർ ചെയ്യാൻ വേണ്ടി വന്നവരുണ്ട് അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായിട്ട് അങ്ങനത്തെ പ്രശ്നമില്ല, അറിയാം എല്ലാവർക്കും. പക്ഷെ അന്ന് അങ്ങനെ വലിയൊരു വിഭാഗം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തള്ളിവിട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭീഷണി ഇതുപോലുള്ള ഈ ഫോഴ്സ്ഡായിട്ട് കൊണ്ടുപോകുന്നതല്ലാതെ വേറെ ഇതിനകത്തേക്ക് വരുന്ന ആളുകളുണ്ട്. അവർ മണിയൊക്കെയാണോ അവരുടെ ഒരു? അബ്സല്യൂട്ട്ലി. അതൊരു ഒരു 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 വലിയൊരു ഇൻഡസ്ട്രിയാണ്. ആക്ച്വലി ഞങ്ങൾ അതിനെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഇതിനെല്ലാത്തിനും പൈസയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൈഡ്, ആ ഗൈഡിന് ഒരാളെ കൊണ്ടുവരുന്നതിന് ഇത്ര റേറ്റ് എന്ന് വെച്ചിട്ടായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അവർ പാകിസ്ഥാൻ സൈന്യം കൊടുക്കും. കാരണം നമ്മൾ ഈ പിടിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ടെററിസ്റ്റിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള പൈസ, അതൊക്കെ ചിലതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ സോവറിനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതായത് അവരുടെ ആ പൈസ നിറച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ ആ പൈസ ആയിട്ടാണ് ഇവർ വരുന്നത്. ഈ പൈസ കുറച്ച് പേര് ഭീകരവാദികൾ അവരുടെ ഫാമിലിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി നിൽക്കും. ഈ ഗൈഡിന് വേണ്ടി പൈസ, ഈ ഫുഡ് കൊണ്ട് കൊടുക്കുന്നവർക്ക് പൈസ, വെള്ളം കൊണ്ട് കൊടുക്കുന്നവർക്ക് പൈസ, ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് പൈസ, അതേപോലെ തന്നെ സൈന്യത്തിന് ഇൻഫർമേഷൻ തരുന്നവർക്കും പൈസ കൊടുക്കും.
ഇത് കൊടുക്കും, അത് ഇത്ര ഒരു എമൗണ്ട്, അതായത് നല്ലൊരു കറക്റ്റായിട്ട് ഇൻ്റലിജൻസ് ആണെങ്കിൽ, കാരണം അത്രയും റിസ്ക് എടുത്തിട്ടാണല്ലോ അവർ ചെയ്യുന്നത്, അതിന് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതൊരു ഇന്ന് അതുപോലെ തന്നെ എനിക്കൊന്നൊരു 7-8 വർഷം മുമ്പ് അല്ലെങ്കിൽ 10 വർഷം മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു രീതി തന്നെ മാറി. ഒരു വലിയ ഒരു ബിഗ് എസ്കേപ്പ് എന്നൊക്കെ പറയുന്ന പോലുള്ള എന്തെങ്കിലും സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? കോക്രാജാറിൽ പോയ സമയത്ത് ഞങ്ങൾ അന്ന് ബ്രഹ്മപുത്രയിൽ ക്രോസ് ചെയ്തിട്ട് ഒരു ബംഗ്ലാദേശ് ബോർഡറിൻ്റെ ഒരു ഏരിയയിലോട്ട് പോവുമായിരുന്നു. അപ്പോൾ അവിടെ അന്ന് അവിടെ BLTF എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബംഗ്ലാദേശ് എന്തോ ടൈഗേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഒരു സംഘടന ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുറേ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യാനും ഇതിനു വേണ്ടി. അപ്പം ഞങ്ങൾ 2 ബോട്ടിലായിട്ടായിരുന്നു പോകുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ നേരത്തെ പറഞ്ഞ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ലെഫ്റ്റനന്റ് നവനീത്, അവരുടെ ടീമും ഈ ഒരു ബോട്ടിൽ ഞാനുമായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന് ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അതിൻ്റെ പേര് തന്നെ, അത് ഭയങ്കര വലിയൊരു ഭയങ്കര വയലൻ്റ് ആണ്. അപ്പം നമ്മൾ നടുക്കെത്തുമ്പോൾ നമുക്ക് തിരിച്ച് കര കാണത്തില്ല, അത്രയ്ക്ക് ഇതാണ്. അപ്പോൾ അവിടെ നടുക്കെത്തിയപ്പോഴത്തേക്ക് ഭയങ്കര മഴയും തുടങ്ങി. ആൻഡ് മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു അന്തരീക്ഷത്തിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള രീതിയിൽ, അതായത് കടലിൽ എങ്ങനെയാണോ ആ രീതിയിലാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് ആ സമയത്ത് ധാരാളം ഈ ബോട്ട് മറിഞ്ഞ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ബ്രഹ്മപുത്രയിൽ. ഞങ്ങൾ പോകുന്ന സമയത്ത് ആ ബോട്ട് കംപ്ലീറ്റ്ലി ആടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂടെയുള്ള ജവാന്മാരെല്ലാം ഈ ഷൂസൊക്കെ അഴിച്ചിട്ട് അവർ ഈ തോക്കൊക്കെ കെട്ടി വെച്ച് ചാടാൻ വേണ്ടി നിൽക്കുന്ന രീതിയിലേക്ക് നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ ഉണ്ടായിരുന്ന ആളും പോലും അതിൻ്റെ മുകളിൽ കയറിക്കുക, അതായത് ഒരു അടിയും അടിച്ച് നിങ്ങൾ. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിനകത്ത് ഈ ഷൂസ് അഴിക്കുകയോ അല്ലെങ്കിൽ ഇത് മാത്രമേ ഞാൻ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഷൂസ് അഴിക്കാനുള്ള ശ്രമമൊന്നും ഞാൻ നടത്തില്ല. അപ്പോൾ എൻ്റെ ജവാന്മാരെന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ഓഫീസർ അഴിക്കുന്നില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഇരിക്കുക, നമ്മൾ ഇതുകൊണ്ട് വേറെ ഒന്നും നമ്മുടെ മുഖത്ത് പേടിയോ അങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ എവിടെ നിന്നോ നമ്മൾ ചെന്ന് ഒരു പ്രാവശ്യം കൂടെ അലഞ്ഞിരുന്നെങ്കിൽ ബോട്ട് മറിഞ്ഞാണ്, അത്രയ്ക്ക് കാറ്റും അത്രയ്ക്ക് ഇതാണ്. ഈ ബ്രഹ്മപുത്ര ഈ ഫ്ലോട്ടിംഗ് ഐലൻഡ് പോലത്തെ വരും. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ തട്ടി അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്ത. അപ്പോൾ ഞാൻ അന്ന് ആ ഷൂസ് അഴിക്കാതിരുന്നത് എൻ്റെ ധൈര്യം കൊണ്ടൊന്നും അല്ലായിരുന്നു. എനിക്കറിയാമായിരുന്നു ഞാൻ ഷൂസ് അഴിച്ചാലും എനിക്ക് എന്തായാലും നീന്തി അവിടെ വരെ പോകാൻ പറ്റത്തില്ല. കാരണം എത്ര നീന്തിയാലും എനിക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് വന്നിട്ട്, ഞാൻ അത്ര വലിയ സ്വിമ്മറൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഈ ജവാന്മാരെല്ലാം ഷൂസ് അഴിച്ചെങ്കിൽ ഞാൻ അഴിച്ചില്ല. പക്ഷെ അത് പിന്നീട് ആളുകൾ പറഞ്ഞു, സാബ് ഭയങ്കര ഡെയറിങ് ആണ്, ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഷൂസ് ഒന്നും അഴിക്കാതെ കൂളായിട്ടിരുന്ന്. അത് ഞാൻ ആക്ച്വലി പറഞ്ഞാൽ അറിയാതെ പറ്റിപ്പോയൊരു കാര്യമാണ്. അത് എനിക്കൊരു ക്രെഡിറ്റ് ഇല്ലാത്തത്. അതായിരുന്നു ആക്ച്വലി ലൈഫിൽ ഏറ്റവും അടുത്ത് ഫസ്റ്റ് കണ്ടത്. പിന്നീട് ഈ കുപ്വാടയിൽ തന്നെ പലപ്പോഴും പല ഓപ്പറേഷൻസിലും ഞാൻ അന്ന് പറഞ്ഞ പോലത്തെ 2 പേരും ഒരുമിച്ച് ഫയർ ചെയ്യുക, വളരെ അടുത്തുകൂടെയൊക്കെ ബുള്ളറ്റ്സ് പോവുക. അപ്പം ആ ഒരു ബുള്ളറ്റ് ഒരു സെൻറ്റിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിരുന്നെങ്കിൽ ചിലപ്പം ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഊരിയിലെ സമയത്ത് ഞങ്ങളൊരു ഒരു ലൈൻ ഓഫ് കൺട്രോളിലെ പോസ്റ്റായിരുന്നു. അവിടെ ധാരാളം ലൈറ്റ്നിങ് വരുന്ന സമയമായിരുന്നു. ഈ കാരണം നോർമൽ രീതിയിൽ ഈ ലൈറ്റ്നിങ് അടിക്കുന്നത് ഇവിടെയും നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ്. പക്ഷേ അവിടെ നമ്മൾ താമസിക്കുന്നത് ഇവിടെ തന്നെ ആയിരുന്നു. ഒരു കാലാപഹാഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടായിരുന്നു. അത് മൊത്തം മാഗ്നറ്റിക് ഹില്ല് പോലായിരുന്നു. അപ്പോൾ അവിടെ ഈ ലൈറ്റ്നിങ് എല്ലാം വളരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര അതിഭീകരമായിട്ടുള്ള ലൈറ്റ്നിങ് സ്ട്രൈക്കുകൾ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തിരുന്നാൽ പോലും നമുക്ക് ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ളൊരു എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വളരെ അടുത്ത് അറിയാവുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം അങ്ങനെ ധാരാളമുണ്ട്. ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ സംഭവങ്ങളുണ്ടോ? സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ആ ഘാതക് പ്ലട്ടൂണിൻ്റെ കമാൻഡർ ആയിരുന്ന സമയത്ത് ഞാൻ ലീവിന് വന്ന സമയത്താണ് ആക്ച്വലി അപ്പോൾ ലീവിന് വന്ന സമയത്ത് ഞാൻ എൻ്റെ ബാച്ച്മേറ്റിനെ ഹാൻഡ് ഓവർ ചെയ്ത് ഞാൻ ലീവിന് വരായിരുന്നു. കാരണം ഞാൻ ഒരു 7-8 മാസം ഞാൻ ലീവിന് പോകാതിരുന്നു. പിന്നെ എൻ്റെ കമാൻഡിങ് ഓഫീസർ പറഞ്ഞു ലീവിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലീവിന് വരുന്നത്. അങ്ങനെ ലീവിന് വന്നപ്പോഴാണ് ഈ ഓപ്പറേഷൻ അവിടെ നടക്കുകയും എൻ്റെ ബാച്ച്മേറ്റും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് കാഷ്വാലിറ്റി ആവുകയും. അതെനിക്ക് സത്യം പറഞ്ഞ സങ്കടമായിരുന്നു. വിത്തിൻ 1 മന്ത് ഞാൻ എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സീനിയർ സബോൾട്ടൺ, അതായത് എൻ്റെ തൊട്ട് സീനിയറായിട്ടുള്ള അന്ന് ക്യാപ്റ്റൻ രമേശ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹവും ഇതുപോലെ വീരമൃത്യു നടന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം, കാരണം അവരൊക്കെ നമ്മളെ കൂടെ ഇരുന്ന് ഒരു ദിവസം പുള്ളി ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, അടുത്ത ദിവസം പുള്ളി ഓപ്പറേഷന് വേറൊരു സ്ഥലത്ത് വന്നു, ഞാൻ വേറൊരു സ്ഥലത്ത് വന്നു, ഞാൻ തിരിച്ചു വരുമ്പോൾ പുള്ളിയുടെ ഓപ്പറേഷനിൽ പുള്ളിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ്. വിഷമം തോന്നിയ ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ,
ഞാൻ അന്ന് അരുണാചൽ പ്രദേശിൽ അവിടെ കമ്പനി കമാൻഡറായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ധാരാളം ഈ ഇൻസർജൻസ് അല്ലെങ്കിൽ NSCN IM എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ അവരുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു ടോപ്പ് ലീഡർ അത് ആ ഗ്രാമത്തിൻ്റെ അവിടുത്തെ ഉള്ള ഒരു പയ്യനായിരുന്നു. ആ പയ്യന് ആയിട്ട് നമ്മൾ ഇതുപോലെ ടെലിഫോൺ നമ്പർ കിട്ടി സംസാരിച്ചുകൊണ്ട് കുറേ നാളായിട്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമായിരുന്നു. വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യം വീട്ടിൽ ചെയ്യണമെന്നൊക്കെ രീതിയിൽ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരുടെ വീട്ടിൽ ഹെൽപ്പൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ സറണ്ടർ ചെയ്യാൻ റെഡിയാണ്, ഞങ്ങൾ അങ്ങോട്ട് സറണ്ടർ ചെയ്ത് എന്തിനാ ഇങ്ങനെ നടക്കുന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ നാഗാലാൻഡിൽ അന്ന് അവിടുത്തെ സിസ്റ്റം വെച്ചാൽ അവരെല്ലാം ഒരുമിച്ച് ഒരു ക്യാമ്പിനകത്ത് തന്നെയാണ്. അതിൻ്റെ സെറ്റ് റൂൾസ് ആൻഡ് ഓഫ് എൻഗേജ്മെൻ്റ് ഉണ്ട്. ആ ക്യാമ്പിൽ നിന്ന് പുറത്ത് വരുമ്പം ഗൺസ് എടുക്കാൻ പാടില്ല, ക്യാമ്പിനകത്ത് തന്നെ നിൽക്കണം. അപ്പോൾ അത് ഈ പയ്യനുമായിട്ട് ഞങ്ങൾ സംസാരിച്ച് അവസാനം ആ പയ്യൻ വരാമെന്ന് തയ്യാറായി. പക്ഷേ ഞാൻ തന്നെ ചെല്ലണമെന്നൊക്കെ ഉള്ള രീതിയിലുള്ള വ്യവസ്ഥ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു സൂമോ പിടിച്ച് സിവിൽ ഡ്രസ്സിൽ ഞാനും എൻ്റെ ഒരു ഡ്രൈവറും മാത്രം ഞങ്ങൾ അരുണാചലിൽ നിന്ന് നാഗാലാൻഡിൽ പോയി ഒരു മാർക്കറ്റിൽ നിന്ന്, കാരണം ഞാൻ ആ പയ്യനെ കണ്ടിട്ടില്ല, അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ നമ്പർ ഇങ്ങനത്തെ സൂമോ ആണെന്ന് പറഞ്ഞാൽ അത്രയും വലിയ റിസ്ക് എടുത്തിട്ടാണ് പോയത്. ആക്ച്വലി നമ്മൾ നേരെ ഈ ഇവരെ നാഗ ഇൻസർജൻസിൻ്റെ അടുത്താണ് നമ്മൾ പോയത്. അങ്ങനെ ആ പയ്യനെ നേരെ വന്ന് ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്ന് ഞങ്ങൾ അവിടുന്ന് 10-60 കിലോമീറ്റർ ഓടി തിരിച്ച് ഞങ്ങൾ നേരെ ബറ്റാലിയനിലോട്ട് കയറി ആ ബറ്റാലിയനിനകത്ത് കൊണ്ടുവന്നു. ആ പയ്യനെ അവിടെ ഇരുത്തി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ആക്ച്വലി ശ്രീനഗറിലോട്ട് എൻ്റെ പോസ്റ്റിംഗ് വന്നിരുന്നു. അപ്പോൾ എനിക്ക് പോകണമായിരുന്നു. പക്ഷെ ഞാൻ അതിന് മുമ്പ് ഈ പയ്യന് വേണ്ടി, കാരണം ഈ പയ്യനെ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പയ്യനെ അവർ കൊല്ലുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഹൈദരാബാദിലുള്ള എൻ്റെ ഒരു മുൻ കമാൻഡിങ് ഓഫീസറും അവരുമായിട്ടൊക്കെ സംസാരിച്ച് ആ പയ്യൻ അവിടെ ഒരു ജോലിയൊക്കെ ഏർപ്പാടാക്കി പയ്യൻ ഇദ്ദേഹത്തിന് വേണ്ടി ഒരു ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് അവിടുന്ന് അസാമിൽ നിന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷനുള്ളത് അത് നമ്മൾ എല്ലാവരും കൊണ്ടുപോയി അവിടെ ആക്കിയിട്ട് ആ ട്രെയിനിൽ തന്നെ പോകാമെന്നുള്ള രീതിയിലേക്ക് എല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്ത് എന്നിട്ട് ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞു, ഒരു കാരണവശാലും നീ വീട്ടിൽ പോകരുത്. അതായത് വൈഫും കുട്ടിയും ഒരു മോനുണ്ടായിരുന്നു ആ ഗ്രാമത്തിലുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഇനി പിന്നെ ഈ വൈഫിനെയും കുട്ടിയെയും ഞങ്ങൾ അയക്കാമെന്നും പറഞ്ഞു. ഒരു കാരണവശാലും പോകരുത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ശ്രീനഗറിലോട്ട് പോയി. അപ്പോൾ ഞാൻ പോയി 2 ദിവസം കഴിഞ്ഞ് ഞാൻ ശ്രീനഗറിൽ പോയി. ശ്രീനഗറിൽ ചെന്ന് ലാൻഡ് ചെയ്ത് അന്ന് ഞാൻ തിരിച്ച് വിളിച്ച് ചോദിച്ചു, ഇന്ന് തലേന്ന് രാത്രിയായിരുന്നു അവിടുന്ന് ട്രാവൽ ഈ പയ്യൻ ഹൈദരാബാദിൽ പോകേണ്ടുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു, ആ പയ്യൻ പോയോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, സാർ ആ പയ്യൻ അവർ കൊന്നു. അത് കഴിഞ്ഞ് എങ്ങനെ കൊന്നു? അപ്പോൾ അവൻ ഒരു പ്രാവശ്യം പോയി വീട്ടിലൊന്ന് അവൻ്റെ വൈഫിനെയും കുട്ടിയെയും കാണണമെന്ന് വാശി പിടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ അല്ല, അവൻ പറഞ്ഞില്ല ഒരു കുഴപ്പമൊന്നുമില്ല, ഞാൻ പതുക്കെ രാത്രി പോയിട്ട് ആരും കാണാത്ത രീതിയിൽ ഞാൻ ഒരു 2 മിനിറ്റിനകം തന്നെ തിരിച്ചു വരാമെന്നുള്ള രീതിയിൽ പോയി. അവനവിടെ പോയി അവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവരവനെ പിടിച്ച് അവനെ നേരെ ഇവിടെ ഒരു ബുള്ളറ്റ് ചെയ്ത് അവിടെ ആ മരത്തിൽ കെട്ടിത്തൂക്കി ഇട്ടിട്ട് പോയി. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ അത് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അതായത് നമ്മളൊരു 6-7 മാസമായിട്ട് സംസാരിച്ച് എല്ലാം ശരിയാക്കി ലൈഫിൽ അവൻ്റെ ഒരു വേറൊരു പാതയിലേക്ക് കൊണ്ടുപോകാമെന്നുള്ള രീതിയിലേക്കാക്കി അവൻ്റെ അടുത്ത് പറഞ്ഞതാണ് പോകരുത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൊമെൻറ്റ് ഓഫ് വീക്ക്നെസ്സിൽ അദ്ദേഹം പോയി. അദ്ദേഹത്തിന് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ വൈഫും കുട്ടിക്കും ഒരു കുടുംബത്തിൽ മൊത്തം പോയിരുന്നു. അതും എൻ്റെ ലൈഫിലൊരു ഒരു സാഡ്നെസ് അല്ലെങ്കിൽ ഒരു വിഷമമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ. സന്തോഷമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ? എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നത് സർവീസിൽ ഇരിക്കുമ്പോഴല്ല, സർവീസ് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പം അതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം എൻ്റെ കമാൻഡിൽ, അത് ഘാതക് പ്ലട്ടൂൺ ആയാലും ശരി, പിന്നീട് കമ്പനി കമാൻഡർ ആയാലും ശരി, പിന്നീട് ബറ്റാലിയൻ കമാൻഡർ ആയാലും ശരി, ഒരു ജവാൻ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ആക്ച്വലി പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് സന്തോഷം തരുന്നത്. അത് ഞാൻ ആ സമയത്ത് നമ്മൾ ബറ്റാലിയൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് സത്യം നമ്മൾ എത്ര പേര് പോയോ, ഏതൊക്കെ ഓപ്പറേഷൻ, അത്രയും പേരെ എനിക്ക് തിരിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. നമ്മൾ ഏതൊക്കെ മിഷനായിരുന്നോ അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ കഴിവല്ല അത് ജസ്റ്റ് ആ രീതിയിലാണ് മുകളിലിരിക്കുന്ന ആൾ തീരുമാനിച്ച് അതങ്ങനെ നടന്നെന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നീടുള്ള സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ അഗെയിൻ കമാൻഡിങ് ഓഫീസർ ആയിരുന്ന സമയത്ത് ലഡാക്കിൽ ചൈനയുടെ അഗെയിൻസ്റ്റായിട്ട് നമ്മൾ ശക്തമായിട്ട് നിന്നു. ഒരിക്കലും ചൈനീസ് പ്രതീക്ഷിച്ചില്ല ഇതുപോലത്തെ സൈനികർ. കാരണം നമ്മളാണ് ആദ്യമായിട്ട് ആ ഏരിയയിൽ പെർമനൻ്റ് ആയിട്ട് പോകുന്നത്, ഈ പെങ്ങോങ്സോ ഏരിയയിലൊക്കെ. നമ്മൾ മുമ്പ് ഇങ്ങനെ വന്നും പോയി 3 മാസമൊക്കെ വന്നു. പക്ഷേ ഞങ്ങൾ അവിടെ
2 വർഷം ഉണ്ടായിരുന്നു. ആ 2 വർഷവും ഞാൻ തന്നെ ആയിരുന്നു ഏകദേശം CEO. ചൈനീസ് നല്ല രീതിയിലുള്ള അടിയും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെ ബറ്റാലിയൻ ആ ഫുൾ നോർത്തേൺ കമാൻഡിലെ ഏറ്റവും നല്ല ബറ്റാലിയനിൽ ഒരു ബറ്റാലിയനായിട്ട് തിരഞ്ഞെടുത്തതിനകത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. അതും വിതൗട്ട് എനി കാഷ്വാലിറ്റീസ് ഇല്ല. പക്ഷേ ആ അവാർഡ് നമുക്ക് കിട്ടി എന്നുള്ളത്, ബറ്റാലിയന് കിട്ടി എന്നുള്ളത്, അത് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യം. നാട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇപ്പോൾ കശ്മീരിൽ നിന്ന് ഇപ്പോഴും എന്നെ വിളിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവരെൻ്റെ നമ്മളെ കൂടെ ഈ സോഴ്സ് ഇൻഫർമേഷൻ തന്നിട്ട ആളുകളാണ്. അപ്പോൾ അവരെല്ലാവരും പൈസയ്ക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ആളുകളല്ല, നല്ല ആളുകളുണ്ട്. നമ്മൾ അവരുടെ അടുത്ത് ഡീൽ ചെയ്യുന്ന രീതിയിലനുസരിച്ച് അവർ നമ്മുടെ അടുത്ത്, അപ്പോൾ ഇന്നും എന്നെ വിളിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ ഒരു റൂളായിരുന്നു, ഏതൊരു ഗ്രാമീണർ വന്നാലും എന്ത് ചോദിച്ചാലും നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അതായിരുന്നു ഞങ്ങളുടെ റൂൾ. ആൻഡ് റഷീദ, ആ ആളുകൾ അവിടുത്തെ ബുദ്ധിസ്റ്റാണ്, ബുദ്ധിസ്റ്റിലെ മോങ്സ്, ബുദ്ധിസ്റ്റിൻ്റെ ഒരു അമ്പലങ്ങൾ, അതൊക്കെ നമ്മൾ റീബിൽഡൊക്കെ ചെയ്ത് കൊടുത്തു. അവിടെ നിന്നുള്ള 2 ബുദ്ധിസ്റ്റുകൾ എന്നെ കാണാൻ വേണ്ടി ലേയിൽ നിന്ന് ഈ വീട്ടിൽ വന്നു. എൻ്റെ ഇവിടെ 2 ദിവസം താമസിച്ചിട്ടാണ് അവർ പോയത്. അപ്പോൾ അതാണ് ആ ബന്ധത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അവരിവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന്, ഞാനിവിടെയൊക്കെ അവരെ കാണിക്കാനൊക്കെ കൊണ്ടുപോയി 2 ദിവസം ഇവിടെ നിന്നിട്ടാണ് പോയത്. അപ്പോൾ അവർ എപ്പോഴും എന്നെ വിളിക്കാറുണ്ട്, ലഡാക്കിൽ വരണം, ലേയിൽ വരണം എന്നൊക്കെ. കാരണം ആ ഒരു ബന്ധം നമ്മൾ ഒരു നിലനിൽക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ അവിടെ കുറച്ചും കൂടി ട്രൈബൽ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ ലീവിനൊക്കെ വരുമ്പോൾ അവർ എനിക്ക് അവിടെ തേയിലത്തോട്ടമൊക്കെയാണ്. അപ്പോൾ ആ തേയിലയുടെ മൊത്തം എടുത്ത് കൊണ്ടു തരുമായിരുന്നു. ധാരാളം ശില്പകലകളൊക്കെ തരുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അവിടുത്തെ എൻ്റെ പോസ്റ്റിംഗ് വന്ന സമയത്ത് ആ ഗ്രാമീണരെല്ലാം കൂടെ അവിടുത്തെ കോർ കമാൻഡറിന് ലെറ്റർ എഴുതി ഈ ഓഫീസറിനെ ഇവിടുന്ന് മാറ്റരുതെന്ന്. അപ്പം ഞാൻ ചെന്ന് അവരെ കാല് പിടിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഇവിടെ, പിന്നെ എനിക്ക് അടുത്ത 5 വർഷം കൂടെ എനിക്ക് ഇവിടെ നിൽക്കേണ്ടി. അപ്പം അങ്ങനെയൊക്കെ ഉള്ള, അതായത് നമ്മൾ അവരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരു ഇത് കഴിഞ്ഞാൽ അവർ തിരിച്ച് അതിലും നമ്മൾ കൊടുക്കുന്നതിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു 10 ഇരട്ടി കൊടുക്കും. അതുകൊണ്ടാണ് ഇത് എൻ്റെ കാര്യം മാത്രമല്ല, ഇതേപോലെ തന്നെയാണ് മറ്റ് സൈനികരും മറ്റ് ഓഫീസേഴ്സിൻ്റെയും. എത്രയോ നമുക്കറിയാവുന്ന, എനിക്ക് പേരെടുത്ത് പറയുന്ന കേണൽ പിള്ള എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു നോർത്ത് ഈസ്റ്റിലൊരു ഗ്രാമത്തിൽ പോയപ്പം അവിടെ ഓപ്പറേഷൻ നടന്ന സമയത്ത് അദ്ദേഹത്തിനും വെടിയേറ്റു, ഒരു സിവിലിയൻ ഒരു കുട്ടിക്കും വെടിയേറ്റു. ഹെലികോപ്റ്റർ വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഈ കുട്ടിയെ കൊണ്ടുപോകും, ഞാൻ പിന്നെ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പുള്ളി അവിടെ കടന്നു. എന്നിട്ട് കൊണ്ടാക്കിയിട്ട് പിന്നെ ഹെലികോപ്റ്റർ വന്ന് പുള്ളിയെ കൊണ്ടുപോയി. എന്നിട്ട് പുള്ളി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പുള്ളിയെ പിന്നീട് ആ ഗ്രാമത്തിൽ ചെന്നപ്പം, പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പുള്ളിയെ കംപ്ലീറ്റ് ഗ്രാമം മൊത്തം പുള്ളിയെ ആദരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു ഇതല്ല, നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒരു രീതിയാണ്. അതാണ്, ആ ഒരു രീതിയിലാണ് നമ്മൾ അവരുമായിട്ട് ഇടപെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിലേഷൻഷിപ്പാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന അവാർഡായിട്ട് ഞാൻ കാണുന്നത്. ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഒരു ലൈഫ്, മഞ്ഞുമലകൾ മാത്രം ഉണ്ടാവുന്നൊക്കെ സാഹചര്യത്തിൽ വേറെ കോൺഫ്രണ്ടേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ, അതൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ സർവൈവ് ചെയ്യുക? അങ്ങനെയുള്ളൊരു ഏകാന്തത. ഞാൻ ഊറിയിൽ ജമ്മു കാശ്മീരിലുണ്ടായ സമയത്ത് അവിടെ ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിരുന്നു. അവിടെയാണ് ഈ വിൻറ്റേഴ്സിലൊക്കെ ഒരു 30 അടിയോളം സ്നോ വീഴുന്ന സമയമുണ്ടായിരുന്നു. 2005-ൻ്റെയൊക്കെ പീരീഡിൽ, 2004, 2005 ഏറ്റവും കൂടുതൽ സ്നോ വീണ ഒരു കാലം. അതായത് നമ്മൾ അന്ന് ഈ ടെമ്പററി ഷെൽട്ടേഴ്സ് പോലത്തെ ഇതിലാണ് നമ്മൾ കിടക്കുന്നത്. ആ ഷെൽട്ടേഴ്സിനകത്ത് ഞാനും പിന്നെ എൻ്റെ കൂടെ ഒരു ഡോക്ടർ, ആ ഫുൾ പോസ്റ്റ് നോക്കാൻ വേണ്ടിയുള്ള ഡോക്ടറും, പിന്നെ ഒരു ആർട്ടിലറി ഷെല്ലിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആർട്ടിലറി ഓഫീസറുണ്ട്. പിന്നെ ഞങ്ങളുടെ കൂടെ അവിടുത്തെ പട്ടികളും അതിൻ്റെ പപ്പീസും എല്ലാം ഞങ്ങൾ അതിനകത്ത് ചെറിയൊരു ചൂട് ചെയ്യാൻ വേണ്ടിയുള്ളത്. അപ്പോൾ അവരെല്ലാം അകത്ത് കിടക്കും. പിന്നെ കശ്മീരിലെ പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പോർട്ടേഴ്സും ഞങ്ങളെ കൂടെ രാത്രി അകത്ത് കിടക്കും. കാരണം ഇവർ കിടന്നില്ലെങ്കിൽ, ഞങ്ങൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം നോക്കുമ്പോൾ ആ കംപ്ലീറ്റ് സ്നോ മാറിക്കൊണ്ട് ഫുൾ അടഞ്ഞിരിക്കുക. അപ്പോൾ ഈ പോർട്ടേഴ്സ് കശ്മീരികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനാണ് അവരുടെ നിയമിച്ചത്. അവരുടെ പൈസ നമ്മൾ കൊടുക്കും. അവർ ഫുൾ സ്നോ രാത്രി മാറ്റും. കാരണം സ്നോ അവർ മാറ്റിയില്ലെങ്കിൽ, അതിന് അവർ എക്സ്പേർട്ടാണ്, നമ്മൾ മാറ്റി നടക്കല്ല. അവർ അവിടുത്തെ ആളുകളായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവർ ആ സ്നോ മാറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം നമ്മളെ കംപ്ലീറ്റ് കവർ ചെയ്തു. അപ്പോൾ ജവാന്മാരുള്ള സ്ഥലത്തും അവരൊക്കെ നിൽക്കും. എന്നിട്ട് ജവാന്മാരും നമ്മളുമൊക്കെ ആ സമയത്ത് നമ്മളെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യും, പാകിസ്ഥാനികൾ എന്തെങ്കിലും ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഡ്യൂട്ടി നമുക്ക് ചെയ്യാം. ഈ നമ്മളെ പോർട്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനത്തെ. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതാണ്. അത് ആ സമയത്തൊക്കെ ശരിക്കും ധാരാളം ടെൻഷനുള്ള സ്ഥലമാണ്. കാരണം എൻ്റെ അണ്ടറിൽ 8 പോസ്റ്റുകളുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ആ പോസ്റ്റുകളും നമ്മൾ ഇടയ്ക്ക് റിപ്പോർട്ട് എടുക്കണം, എല്ലാം ഓക്കെ ആണോ, ആരും അവിടെ വന്നില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ. രാത്രി മൊത്തം മഞ്ഞ് വരുമ്പം ചില സമയത്ത് കമ്മ്യൂണിക്കേഷൻ കട്ടാവും. അപ്പോൾ നമ്മൾ പെട്രോളിന് പോകേണ്ടി വരും. ചില സമയത്ത് രാത്രി ആരെങ്കിലും അസുഖം വരും. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് അയക്കാൻ പറ്റാത്തൊരവസ്ഥ വരും.
അപ്പം നമ്മൾ ആ ഡിസിഷൻ എടുക്കുന്ന വലിയ, അപ്പം കമാൻഡിങ് ഓഫീസർ പറയും നീ തീരുമാനിക്കും നിനക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അപ്പം നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ നമുക്കൊരാൾ നഷ്ടപ്പെടും. ഇനി കൊണ്ടുപോയാണെങ്കിൽ വഴിയിൽ ചിലപ്പം ഈ അവലാഞ്ചോ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 7-8 പേര് നഷ്ടപ്പെടും. അപ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ടൈമൊക്കെ ആയിരുന്നു അത്. അപ്പോൾ ആ രീതിയിലുണ്ട്. പിന്നെ ഇതുപോലെ തന്നെയാണ് ലഡാക്കിൽ അതിലും വലിയ പ്രശ്നമാണ്. കാരണം അവിടെ ഓക്സിജൻ ഒട്ടും ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു. ഇതിലും ധാരാളം ഡിസ്റ്റൻസ് ഉള്ളതാണ്. അപ്പോൾ രാത്രി കോൾ വരും എനിക്ക്, സാർ ഇവിടെ ഒരാൾക്ക് ശ്വാസം കിട്ടുന്നു, എന്ത് ചെയ്യാൻ പറ്റും? രാത്രി ആകുമ്പോൾ ഹെലികോപ്റ്റർ അയക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യണം പകൽ രാവിലെ വരെ. ആ രാവിലെ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ലൈറ്റ് ആദ്യത്തെ കിരൺ വരുമ്പോൾ തന്നെ ഹെലികോപ്റ്റർ പോയി പിക്കപ്പ് ചെയ്യും. അല്ലെങ്കിൽ രാത്രി തന്നെ അയക്കണമെങ്കിൽ രാത്രി നമുക്ക് എങ്ങനെ അതിന് ധാരാളം പ്രോബ്ലംസ് ഉള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ചാലഞ്ചിങ് ആയിട്ടും നമ്മളെ തന്നെ ഫിസിക്കൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. നമ്മൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ആ ഫിസിക്കൽ നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഡിസിഷൻസും അതുപോലെ തന്നെ ചൈനീസുമായിട്ട് ഈ അടി. അപ്പം നമ്മുടെ ട്രൂപ്സ് ആയിരിക്കും ഫസ്റ്റിൽ പോയി ചെയ്യുന്നത്. അപ്പോൾ CO എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എത്തണം. നമ്മൾ ഉടനെ എത്തും. പിന്നെ അവിടെ ചെന്ന് മധ്യസ്ഥ നിന്ന് സംസാരിച്ച് ആ രീതിയിലേക്കുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളതായിരുന്നു. യെറ്റ് എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം എല്ലാവരും നമുക്ക് എന്താണോ ടാസ്ക് അത് ചെയ്യാൻ പറ്റി. സാറ് എപ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എന്ന് പറയുന്നുണ്ട്. സാറ് വിശ്വാസിയാണോ? ഈ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ സാറിൻ്റെ ജീവിതത്തിൽ ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ അനുഭവിച്ച എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഓരോ പാഠങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ആളുകളെ നമുക്ക് നമ്മളെല്ലാം ജീവിതത്തിൽ തന്നെ കുറേ മനസ്സിലാക്കുന്നു. രാത്രി നമുക്കൊരു മെസ്സേജ് വരെയാണ് 2-3 പേർക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ വരുന്നു, എന്ത് വരുന്നു. അപ്പോൾ നമുക്ക് രാത്രി കൊണ്ടുവരാൻ പറ്റില്ല അവരെ. പക്ഷെ രാവിലെ വരെ നിൽക്കുകയാണെങ്കിൽ ഹെലികോപ്റ്റർ അവിടെ ചെല്ലും. ചില സമയത്ത് രാവിലെ ചെല്ലുമ്പം അവിടെ മൊത്തം ക്ലൗഡായിരിക്കും. അപ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില സമയത്ത് കറക്റ്റായിട്ട് ഇവർ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി പിന്നെ കാർമേഘമായി. അപ്പോൾ ഇതൊക്കെ ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത്? ഇതൊക്കെ വേണമെങ്കിൽ കോയിൻസിഡൻസ് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ ഒരു ഓപ്പറേഷനിൽ പോയാണ് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വെച്ചിരുന്നെങ്കിൽ ഒരു ബുള്ളറ്റ് നേരെ വന്ന് നമ്മളെ തലയിൽ കൊണ്ടാണ്. ആ കാല് വെക്കുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് എന്തോ ഒരു ഇത് പറഞ്ഞ് ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നിന്ന് സ്റ്റെപ്പ് എടുത്തില്ല. ആ സ്റ്റെപ്പ് എടുത്തിരുന്നെങ്കിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മൾ എടുത്തിരുന്നെങ്കിൽ ടക്ക് നേരെ കൊണ്ടാണ്. അതാരാണ് പറയിപ്പിച്ചത്? നിങ്ങൾ അവിടെ ഒന്നുമില്ല, നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ അടുത്ത് ആരോ ഇങ്ങനെ എന്തോ ഒരു 6th സെൻസ് എന്ന് പറയത്തില്ലേ, അത് എന്തായിരുന്നു അത്? നമ്മളവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് താഴോട്ട് വരുന്നത്, നമ്മളെല്ലാ പ്രാവശ്യവും വരുന്ന രീതിയിൽ തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ വന്ന് വിത്തിൻ ഒരു 10-15 ഡേയ്സ് അടുത്ത ബറ്റാലിയൻ ടേക്ക് ഓവർ ചെയ്ത് ഞങ്ങളെ കൂടെ നിന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ പോർട്ടേഴ്സ് അവരെല്ലാം 8 പോർട്ടേഴ്സും 4-5 സൈനികർ അവലാഞ്ചിൽ വന്നു പോയി. അവരെ കിട്ടിയത് പോലുമില്ല. അടുത്ത സമ്മേഴ്സിലാണ് പിന്നെ അവരുടെ ബോഡി കിട്ടിയത്. നമ്മളും അതേ സ്ഥലത്തുകൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ ഒരു സ്റ്റെപ്പ് മാത്രമാണ് അവരും തെറ്റിയത്, അവരുടെ ആ താഴോട്ട് പോയി. നമ്മളും അതേ രീതിയിൽ തന്നെയാണ് നമ്മളും പലപ്പോഴും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അപ്പം ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ നമ്മളെക്കാട്ടിയും വലിയൊരു ശക്തി മുകളിലുണ്ട്. അത് ഏത് പേര് വേണമെങ്കിലും വിട്ടോ, അതിനൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ അയ്യപ്പൻ്റെ ഫോട്ടോ ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് പോസ്റ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയുള്ള നമ്മൾ ഏത് വിശ്വാസിയാണോ അവരുടെ കാര്യങ്ങൾ കൊണ്ടുവന്ന് അവർ പ്രാർത്ഥിക്കാം. ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളെ എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ കഴിവായിട്ടല്ല, അത് ഞാൻ മുകളിലുള്ള പ്രൊവിഡൻസ് അല്ലെങ്കിൽ മുകളിലുള്ള കഴിവ് എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അഫ്കോഴ്സ് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്തു. പക്ഷെ കൂടുതലും കാരണം ഒരു CO എന്നുള്ള നിലയിൽ റഷീദെ നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഒരു ജവാൻ പോലും അവിടെ ശ്വാസം കിട്ടാതെ കിടക്കുകയാണെന്ന് അറിയുമ്പോൾ നമുക്ക് ഉറക്കം വരത്തില്ല. രാത്രി മൊത്തം ഉറക്കം വരത്തില്ല. എങ്ങനെയെങ്കിലും രാവിലെ വരണമെന്ന് വന്നിരിക്കും. അപ്പം എല്ലാ ദൈവങ്ങളെയും വിളിച്ചു പോകും. ഞാൻ വിശ്വാസിയാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. എല്ലാ അമ്പലങ്ങളിലും എല്ലാ പള്ളിയിലും എല്ലാ ചർച്ചിലും പോകാറുണ്ട്. ഇപ്പം ചിസ്തി സാബ് എൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്, അജ്മീർ ഷരീഫിൻ്റെ. അദ്ദേഹം നമ്മുടെ അടുത്ത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള നമുക്ക് എല്ലാ രീതിയിലുള്ള ഒരു ഇതുണ്ട്. അപ്പം ഞാൻ ബിലീവ് ചെയ്യുന്നത് ദർ ഇസ് സംതിങ് നമ്മളെയൊക്കെ ഗൈഡ് ചെയ്യുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിന് ഇനിയൊരു അവസരം കൂടി കിട്ടുകയാണെങ്കിൽ, ഇനിയൊരു ജന്മം കൂടി കിട്ടുകയാണെങ്കിൽ, ഇനിയൊരു അവസരം കൂടി കിട്ടുകയാണെങ്കിൽ സാർ ഈ ആർമി ലൈഫ് തന്നെ വീണ്ടും സെലക്ട് ചെയ്യുമോ? ഇനിയൊരു 100 ജന്മം കിട്ടിയാലും ഞാൻ ആർമി ലൈഫ് തന്നെ സെലക്ട് ചെയ്യും. ആർമി ലൈഫിൽ ഞാൻ രാജ്പൂത് റെജിമെൻറ്റ് തന്നെ സെലക്ട് ചെയ്യും. രാജ്പൂത് റെജിമെൻറ്റിൽ ഞാൻ 14 രാജ്പൂത് തന്നെ സെലക്ട് ചെയ്യും. അതുകൊണ്ട് 100 ജന്മം ഉണ്ടെങ്കിൽ റഷീദ് എനിക്ക് സൈന്യം തന്നെയാണ് എൻ്റെ ഫസ്റ്റ്. അതാണ് എൻ്റെ ലൈഫിൽ ഡിഫൈൻ ചെയ്യുന്ന ഞാൻ ആരാണെന്ന് ഉള്ളത്. സാർ വളരെ ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ളൊരു സംസാരമായിരുന്നു.
വളരെ നന്ദി. താങ്ക് യു.